വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ റൂം ക്രിസ്മസ് റിലേറ്റ് ചെയ്ത് ഒന്ന് ഡെക്കോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡ്രീമായിരുന്നു എനിക്ക് ക്രിസ്മസ് റിലേറ്റ് ചെയ്ത് ഒന്ന് എൻ്റെ റൂം ഡെക്കോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ ഔട്ട് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. കാര്യം കുറച്ച് ഐറ്റംസേ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിന് മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐറ്റംസും എല്ലാം കൂടെ വെച്ചിട്ടായിരിക്കും ഞാൻ ഡെക്കോ ചെയ്യുന്നത്. വളരെ മിനിമലായിട്ടായിരിക്കും ചെയ്യുന്നത്, ഒരുപാട് ഐറ്റംസ് ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കും എൻ്റെ ഔട്ടെന്ന്. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്, പക്ഷേ ഒരുപാട് ഹാപ്പിയാണ്. ഓക്കെ, നമുക്ക് ഡെക്കോ ചെയ്യാം അല്ലേ? ഡെക്കോ ചെയ്യാൻ പോവാം. ഞാൻ ആദ്യം ട്രീയിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ട്രീയിൽ ആണ് കുറച്ചും കൂടെ ടൈം എടുക്കുന്നത് ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ട്രീയിൽ എല്ലാം ഒന്ന് ഡെക്കോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ ട്രീ ഡെക്കോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് പാർട്ടാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന്. ഞാൻ ഈ ഒരു ട്രീയിൽ നിന്ന് തന്നെ തുടങ്ങാം. ട്രീയിലാണ് ഞാൻ ഒരുപാട് ടൈം എടുത്തത് ട്രീയിൽ തന്നെയാണ് അത് ഡെക്കോർ ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് ഒരു എൻഡ് എത്തുന്നത് വരെയും. കാര്യം ഞാൻ ഇന്നലൊരു 5:30 തുടങ്ങിയൊരു പരിപാടിയാണ്, അതൊരു 8:30 തീരുന്നത്. അപ്പോൾ അത്രയും ടൈം എടുത്തു എനിക്ക് ഇവിടെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാനായിട്ട്. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഒരു ട്രീ ഡെക്കോർ ചെയ്തിരിക്കുന്നത് റെഡ് ഗോൾഡ് അങ്ങനെ ഒരു തീമിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഐറ്റംസൊക്കെ വെച്ചിട്ട് സിൽവർ ബോൾസ്, സ്നോമാൻസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ഞാൻ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ എഫേർട്ട് എടുത്തതിലൊരു ഹാപ്പിനെസ് എനിക്കുണ്ട്. പിന്നെ അടുത്ത് ഞാൻ ഡെസ്കിലോട്ട് പോവാം. ഡെസ്കിൽ പറയുവാണെങ്കിൽ ഞാൻ ഈ ഒരു ഫ്ലോറിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ഞാൻ ഒരു പിങ്കാണ് വെച്ചിരുന്നത്, പിങ്ക് ട്യുലിപ്പാണ് വെച്ചിരുന്നത്. അത് ഞാൻ ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു റെഡ് ഫ്ലവർ വെച്ചത്. ഞാനിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പിന്നെ ഒന്നും ഒരു സെക്കൻഡായിട്ട് ഒരു ഓപ്ഷൻ ചിന്തിക്കേണ്ടി വന്നില്ല. ഇത് വെച്ചപ്പോൾ തന്നെ പിന്നെ ഇവിടെ കൂടുതൽ ഒന്നും വെക്കേണ്ടി വന്നില്ല. അതുതന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ചെറിയ ഐറ്റംസൊക്കെ വെച്ചിട്ട് ഞാൻ ഡെസ്ക് മേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വാൾ ബോർഡിൽ ഞാനൊരു ചേഞ്ച് വരുത്തിയിട്ടില്ല. ഞാൻ എൻ്റെ ഡെസ്ക് മേക്ക് ഓവറിൽ ഞാൻ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ഡെസ്ക് മേക്ക് ഓവർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അതിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഞാനിവിടെ എന്തൊക്കെ ചേഞ്ച് ആയിരിക്കും വരുത്തിയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തീമിലാണ് ഞാൻ ഈ ഡെസ്കിൻ്റെ ആ ഒരു പോർഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ റൂമിലൊരു ഫേവറേറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പ്ലേസാണ്. പിന്നെ ഞാൻ അടുത്ത് പറയുകയാണെങ്കിൽ വിൻഡോ സൈഡ് പോവുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ ഡെക്കോർ ചെയ്തിട്ടുള്ളത്. ഒരു ഫ്രോസൺ സ്റ്റാർ
ബേസ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റാണ് ഞാൻ അവിടെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു ക്രിസ്മസ് റീത്തും ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ബെഡിൻ്റെ പോർഷൻ എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ആ ബെഡ് ചെയ്തിട്ടുള്ളത് പിങ്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പ്രത്യേകിച്ച് ഒരു ക്രിസ്മസ് വൈബിൽ ബെഡ്ഷീറ്റോ പില്ലോ കവേഴ്സോ ഒന്നും മാറ്റിയിട്ടില്ല. ഈ ഒരു രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ അവിടെ ഒരു ഡോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോള് ആണെങ്കിലും ഡോളും വൈറ്റ് ആൻഡ് റെഡിലാണ് കണ്ടോ. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ഷീറ്റ് ഇത് ഫ്രോസൺ ടൈപ്പിൽ ഞാൻ ക്രിസ്മസിന് മുന്നേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡെക്കോ ചെയ്യുന്നതുകൊണ്ട് ഞാനതിവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹെഡ് ബാൻഡ്, അപ്പം ഞാൻ ഈ ഹെഡ് ബാൻഡ് എനിക്ക് പ്ലാനൊന്നും ഇല്ലായിരുന്നു അവിടെ വെക്കണമെന്ന്. പക്ഷെ ഞാനിങ്ങനെ ഇത് നോക്കി, അതായത് എൻ്റെ ബെഡ് ഒരു ഇൻകംപ്ലീറ്റ് എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യണം, ഒരു ലൈഫ് കൊടുക്കണമെന്ന് വിചാരിച്ചു ഹെഡ് ബാൻഡ് ഞാൻ അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഹെഡ് ബാൻഡ് ഞാനിവിടെ വെച്ചത്. ഞാൻ വാങ്ങിയത് ട്രീക്ക് വേണ്ടി വാങ്ങിയതാണ്. അത് ഞാൻ മിററിൽ കൊടുത്തപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ഭംഗി കിട്ടി. അവിടെ മിററിൽ കൂടുതലൊരു ലൈറ്റ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാം. അതെൻ്റെ റൂമിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് തന്നെയാണ്. എനിക്ക് അതിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പോർഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പോർഷൻ. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഒത്തിരി എൻ്റെ റൂമിൽ ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏത് പോർഷനാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. ഞാൻ മനസ്സിൽ കണ്ട പോലെ തന്നെയാണ് വന്നത്. ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇമാജിൻ ചെയ്തത്, ഇതേപോലെ തന്നെയാണ് വന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ ഇത് ഇങ്ങനെ ഒരു വീഡിയോ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. കാര്യം അവരുടെ നമ്മുടെ റൂം ഇതേപോലെ ഒരു ക്രിസ്മസ് തീമിലൊക്കെ ആക്കുമ്പോൾ നമുക്കും ഒരു വൈബ് തോന്നും, ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി, നമുക്കൊരു ഫീൽ എല്ലാം നമുക്കുണ്ടാവും. അപ്പോൾ അത് എല്ലാവർക്കും ഇതേപോലെ ട്രൈ ചെയ്യാനാണ്. അപ്പം ഇത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാണുന്നവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നമുക്ക് എൻ്റെ വീഡിയോ ഇപ്പോൾ 1 വീക്ക് 2 വീക്ക് എന്നുള്ള രീതിയിലായിരിക്കില്ല, അങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ടൈമാണ് പ്രശ്നം. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിന് സോറി ചോദിക്കുന്നു. കാര്യം എനിക്ക് നല്ല ഒരു ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ചെയ്യുന്നതും ഇടുന്നതും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് അതിനുള്ളൊരു സമയം കിട്ടാറില്ല. ആ ഒരു ലാഗ് മാത്രമാണുള്ളത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.